നമ്മുടെ കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് അഥവാ കപ്പൽ നിർമ്മാണശാല വലിയ നേട്ടങ്ങൾ കൈവരിച്ചൊരു സ്ഥാപനമാണ്. ഇതാ ഏറ്റവും ഒടുവിൽ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. 3 വ്യത്യസ്തമായ യാനങ്ങൾ, കപ്പലുകൾ, വെസലുകൾ നിർമ്മിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല. അത് നീറ്റിൽ ഇറക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താമസം അത് നീറ്റിലിറങ്ങി. അപ്പോൾ ആ ചരിത്രം സൃഷ്ടിച്ചു എന്ന ആ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. എന്താണ് ഈ 3 വ്യത്യസ്ത യാനങ്ങൾ അഥവാ ഈ കപ്പലുകളുടെ പ്രത്യേകത? കൊച്ചിൻ ഷിപ്പ്യാർഡ് എങ്ങനെയൊക്കെയാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുത്തത്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയിലെ 5 പ്രമുഖ ഡിഫൻസ് മാനുഫാക്ചേഴ്സിൽ ഒരാളാണ്. അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി കൂടിയാണ്. ഇപ്പോൾ ഡിഫൻസ് പബ്ലിക് സെക്ടർ കമ്പനികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 എണ്ണത്തിൽ ഇപ്പം ഒരെണ്ണമാണ്. അതായത് DRDO പോലെ അല്ല, കമ്പനി HAL പോലെ ഒരു കമ്പനിയാണ്. അപ്പോൾ കേരളം അതിന് ഈ കപ്പലിനും മറ്റൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡിന് കേരളമോ കേരള ഗവൺമെന്റോ ഏതെങ്കിലും രീതിയിലുള്ള പ്രോത്സാഹനമൊന്നും കാര്യമായിട്ട് ഒരു പിന്തുണയും ഇല്ലെന്ന് തന്നെ പറയാം. അത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം നമ്മൾ 3 യാനങ്ങൾ പുറത്തിറക്കുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെങ്കിലും അതിൽ ഒന്ന് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഉള്ള ഒരു യാനമാണ്. അതായത് ഈ സമുദ്രത്തിന്റെ അടിയിലൂടെ സഞ്ചരിച്ചു വരുന്ന അന്തർവാഹിനികളെ കണ്ടുപിടിച്ച് അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു കപ്പലാണ്. യുദ്ധക്കപ്പൽ തന്നെയാണ്. രണ്ടാമത്തത് ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തരത്തിലുള്ള ഒരു കപ്പലാണ്. അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ അത് സാധാരണ ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇച്ചിരി പരിപൂർണമായിട്ടും വൈദ്യുതിയും ഹൈബ്രിഡുമാണ്. അതിനകത്ത് പ്രകൃതിവാദവും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരെണ്ണമാണ്. മൂന്നാമത്തത് ഡ്രഡ്ജറാണ്. അത് മണ്ണുമാന്തിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൈലർ സെക്ഷൻ ഡ്രഡ്ജറാണ്. അതിന് DGS ഡ്രഡ്ജിങ് കോർപ്പറേഷൻ DCI ഗോദാവരി എന്നാണ് അതിനകത്ത് പേരിട്ടേക്കുന്നത്. ഇത് 3ഉം ഒരേ ദിവസം നമ്മുടെ നീറ്റിൽ ഇറക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. രണ്ടാമത് ഈ പുതിയ വ്യവസായങ്ങളുടെ ഭാഗമായിട്ട് 3,000 കോടി രൂപയാണ് 3,500 കോടി രൂപയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ കേരളത്തിൽ ചിലവഴിക്കുന്നത്. അതേസമയം ഷിപ്പിൻ്റെ മെയിൻ്റനൻസ്, റിപ്പയർ, മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഏകദേശം 15,000 കോടി രൂപയാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് തമിഴ്നാട്ടിൽ, അതിൻ്റെ ലൊക്കേഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, തമിഴ്നാട്ടിൽ ഏതാണ്ട് തൂത്തുക്കുടിക്ക് അടുത്തായിട്ടൊക്കെ വരുമെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ പൂവാറിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. എന്നാലും വളരെ നാസ്റ്റി പൊളിറ്റിക്സിൽ ഇടപെട്ടിട്ട് നമ്മുടെ പൊളിറ്റീഷ്യൻസ് എല്ലാം, കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് ഇത്തരം ചെളിവാരി എറിയലുകളിൽ ഇടപെട്ട് നിൽക്കുന്നത് കാരണം കേരളത്തിലെ വികസനത്തെ പറ്റിയോ അല്ലെങ്കിൽ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനെ പറ്റിയോ തൊഴിലവസരങ്ങൾ നിർമ്മിക്കുന്നതിനെ പറ്റിയോ ഒന്നും നമ്മുടെ കേരളത്തിലെല്ലാം നമ്മുടെ അജണ്ടയിലില്ല. അല്ല, എല്ലാ പൊളിറ്റീഷ്യൻസും ഇക്കാര്യത്തിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2 കിലോ സ്വർണ്ണം, ഞാനത് ചെറുതായിട്ട് കാണിക്കില്ല, 2 കിലോ സ്വർണ്ണത്തിൻ്റെ പുറകെ പോവുകയാണ്. ഈ 15,000 കോടി രൂപ കേരളത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനം തമിഴ്നാട്ടിൽ മുതൽ മുടക്കുമ്പോഴത്തേക്ക് അത് കേരളത്തിലോട്ട് മുതൽ മുടക്കണം എന്ന് പറയാൻ ആരുമില്ല. നമ്മൾ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതായത് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ പണം എങ്ങനെ ഈ ദൂർത്തടിച്ച് കളയാം, ഇതിലൊക്കെ നമുക്ക് താല്പര്യം. അതുമല്ല, കൃത്യമായിട്ട് നമ്മുടെ അഴിമതി നമ്മളെ ഒരു സ്ഥാപനം വരണമെന്നുള്ള ഉൾക്കടമായിട്ടുള്ള ആഗ്രഹം നമുക്കില്ലായ്മയാണ് നമുക്ക് ഇതിനകത്ത്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ കാലത്തെ അച്യുതമേനോൻ സർക്കാരിന് ശേഷം, അന്ന് ഒരു വശത്ത് അച്യുതമേനോനും ഒപ്പം K. കരുണാകരനും കൂടെ നിന്നുകൊണ്ടാണ് കേരളത്തിൽ പല പ്രമുഖ സ്ഥാപനങ്ങളും ഇന്ന് കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും കൊണ്ടുവന്നത്. അങ്ങനെ അതിനുശേഷം പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ആരംഭിച്ചതായിട്ട് ടെക്നോ പാർക്ക് മാത്രമാണ് പിന്നീട് പുതുതായിട്ട് ഒന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് അങ്ങ് വടക്ക് പിണറായിയിലാണ്. അത് നമ്മുടെ ഈ മറ്റേ കേരള ഓട്ടോമൊബൈൽസ് ഉണ്ടല്ലോ, നെയ്യാറ്റിൻകരയുള്ള 6 മോഡൽ, അതിൻ്റെ ഇലക്ട്രിക് ഡിവിഷൻ പിണറായിയിലാണ് തുടങ്ങിയിരിക്കുന്നത്.
അതായത് ഈ സ്ഥാപനത്തെ ഇവിടുന്ന് കൊല്ലും, എന്നിട്ട് നേരെ പിണറായിയിലോട്ട് മാത്രമാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതാരും അറിയാത്ത രീതിയിലുള്ള ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി കേരളത്തിന് മൊത്തത്തിൽ പുതുതായിട്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിലൊക്കെ പുതുതായിട്ട് എന്ത് വ്യവസായ സംരംഭം തോന്നുന്നു കഴിഞ്ഞാൽ നമ്മുടെ ധനമന്ത്രിയും രാജീവ് മന്ത്രിയും ഒക്കെ കുറേ നമ്പറുകളും ലക്ഷങ്ങളുടെയൊക്കെ നമ്പറൊക്കെ പറയും. പക്ഷേ നമ്മുടെ ആരുടെയും കണ്ണിൽ മുമ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പുതിയ സംരംഭങ്ങളോ പുതിയ തൊഴിലവസരങ്ങളോ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോഴാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്, കേരളത്തിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് 15,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി തമിഴ്നാട്ടിൽ അവരുടെ ഒരു പുതിയ യൂണിറ്റ് തന്നെ ആരംഭിക്കാൻ പോകും. അല്ല, അപ്പോൾ ഇന്ത്യയിലുള്ളതിൽ തന്നെ ഡിഫൻസിൽ ഏറ്റവും ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതെ, അപ്പോൾ അവരിൽ പൈസയുണ്ട്. ഇപ്പോൾ കേരളത്തിന് ഡിഫൻസ് ഇൻഡസ്ട്രീസിൽ കേരളത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഡിഫൻസ് മിനിസ്റ്റർ കേരളത്തിൽ നിന്ന് 10 വർഷം അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആകപ്പാട് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ബ്രഹ്മോസിന്റെ നിർമ്മാണ കെൽടെക്കിനെ ബ്രഹ്മോസാക്കി, അത്ര തന്നെ റീക്രിസ്റ്റൻ ചെയ്ത് ബ്രഹ്മോസാക്കി. അതിൻ്റെ കാര്യങ്ങൾ മാത്രം ലോകത്ത് നടക്കുന്നു. ഇപ്പോൾ കേരളത്തിലുള്ള ആകെ ഡിഫൻസ് ഇൻഡസ്ട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മോസ് മാത്രമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാര്യം അതിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത് കേരളത്തിന് പുറത്താണ്. അതുമല്ല, കേരളത്തിൻ്റെ ഇത്രയും നീളത്തിലുള്ള ഒരു സീ ഷോറുണ്ട്, കരയ്ക്ക് തുല്യം തന്നെ കടലും നമുക്ക് ഉണ്ട് സ്വന്തമായിട്ട്. ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും കൊച്ചിൻ ഷിപ്പ്യാർഡിന് കൊച്ചിയിൽ വിമാനവാഹിനികളും മറ്റ് കപ്പലുകളും ഒക്കെ നിർമ്മിച്ചേ പറ്റുള്ളൂ. കേരളം ഇതിനകത്ത് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ യൂണിറ്റുകൾ തുടങ്ങും, ഡെവലപ്പ് ചെയ്യും. നമ്മൾ എയിംസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 10 വർഷമായിട്ട് നമ്മൾ നടക്കുന്നതല്ലാതെ എയിംസിന് ഇന്ന് വരെ കൃത്യമായിട്ടൊരു സ്ഥലം കണ്ടെടുത്തിട്ടില്ല. ഇവിടെയാണ് എയിംസ് നടത്തേണ്ടത് എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു അപാകത. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഈ ചെറിയ പൊളിറ്റിക്സുകൾ വെച്ച് ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ചീപ്പ് പൊളിറ്റിക്സ് കളിച്ച് കെ എം മാണിയുടെ മോൻ UDF-ലാണോ LDF-ലാണോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്രത്തിൻ്റെ ഒരു പേജ് മുഴുവൻ കളയും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചാനലിൽ 1 മണിക്കൂർ ചർച്ചകളായി. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ മുന്നിലോട്ട് വരുന്നില്ല. ഇത്തരം വാർത്തകൾക്കൊന്നും കേരളത്തിലെ വലിയ പ്രാധാന്യങ്ങളും മറ്റും മീഡിയാസ് ഒന്നും കൊടുക്കുന്നില്ല. ഡിഫൻസിന്റെ കാര്യത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ആരും കൊടുക്കുന്നില്ല. അതൊക്കെ ഡിഫൻസിന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊള്ളുന്നു. എത്ര ലക്ഷം കോടി രൂപയാണ് ഡിഫൻസിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. ഇതിൽ കേരളത്തിന് എന്തെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ശതമാനം, 0.1% കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ, കേരളത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യവസായം ഉണ്ടായിരുന്നെങ്കിൽ. 3 സൈന്യത്തിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ പോലും കേരളത്തിലില്ല. അപ്പം ഈ ഏറ്റെടുത്ത സ്ഥലങ്ങൾ തന്നെ വെറുതെ കിടക്കുക. കേരള ഗവൺമെൻറ് പല കാര്യങ്ങൾക്കായിട്ട് ഏറ്റെടുത്ത ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടന്ന് പോകുന്നു. ഇപ്പം തന്നെ പറയുന്നു, പിന്നെ തിരുവനന്തപുരത്ത് ഓപ്പൺ ജയിലുണ്ട്, അവിടെ 250 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നു. അത് കിടക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 25 വർഷമായി. എന്തുകൊണ്ട് 25 വർഷം കൊണ്ട് 250 ഏക്കർ വെറുതെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രൊജക്റ്റ് ഒന്നുമില്ല. അത്രയും. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ പുറത്തിറക്കിയ ഈ 3 വ്യത്യസ്തമായ യാനങ്ങൾ, അത് ഈ ഡ്രഡ്ജർ ശരിക്കും എവിടെയാണ് അത് നിർമ്മിച്ചത്? ഇവിടെ തന്നെയാണോ അതോ? ഇവിടെ തന്നെയാണ്. കൊച്ചിയിൽ തന്നെയാണ് നിർമ്മിച്ചത്. പക്ഷെ അത് എവിടെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്? അത് എവിടെ വേണമെങ്കിലും നമുക്ക് മണ്ണ് മാന്തിയാണ് ഇന്ത്യയുടെ തീരത്ത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. സാധാരണഗതിയിൽ കപ്പൽ ചാലുകളുടെ ആഴം കൂട്ടാൻ ഉപയോഗിക്കാം. പുതിയ കപ്പൽ ശാലകൾ വരികയാണെങ്കിൽ, അതായത് ഇപ്പം നിലവിലുള്ള കപ്പൽ ശാലകൾ തന്നെ പീരിയോഡിക്കലായിട്ട് മണ്ണ് മാന്തണമുണ്ട്. മണ്ണടിഞ്ഞ് കാലക്രമേണ മണ്ണടിയും. അതിൻ്റെ ആ ഡെപ്ത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് ഒത്തിരി മണ്ണടിഞ്ഞിട്ട് നമ്മുടെ പല തീരപ്രദേശത്തെ പല തുറമുഖങ്ങളും നമുക്ക് വലിയ അപകട ഭീഷണി നേരിട്ടു. അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ഡ്രഡ്ജർ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ആന്റി സബ്മറൈൻ നമുക്ക് അത് കൊച്ചിയിൽ തന്നെ ആയിരിക്കുമോ? അത് നമുക്ക് നമ്മൾ ഡിഫൻസ് ആയിരിക്കും തീരുമാനിക്കുന്നത്. അല്ല, ഇത് ഇപ്പം നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടും 3 നേവൽ കമാൻഡാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും അത് അവിടെ കൊടുക്കുന്നത്. കാര്യം ഒന്ന് സതേൺ കമാൻഡ് കൊച്ചിയിലുണ്ട്, വെസ്റ്റേൺ കമാൻഡും ഈസ്റ്റേൺ കമാൻഡും ഉണ്ട്, വിശാഖപട്ടണത്തും ബോംബെയിലുമായിട്ടുണ്ട്. അപ്പോൾ ഈ കമാൻഡുകൾക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ എണ്ണങ്ങൾ വരുന്നതനുസരിച്ചിട്ട് പ്രയോറിറ്റി അനുസരിച്ച് ഇനിയും ഈ ആന്റി സബ്മറൈനുകൾ നിർമ്മിക്കാനുള്ള ഇനിയും വരും. കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും. ഇക്കാര്യത്തിൽ അവരൊരു പ്രൊപ്പറേറ്ററി ഫേമാണ്. അവർക്ക് മാത്രമേ ഇതിൻ്റെ ടെക്നോളജി
മറ്റുള്ളൂ. അത് വേറൊരാൾക്ക് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് നിർമ്മിച്ച് വേണമെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിൽക്കാം. നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, പിന്നെ മസഗണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ബോംബെ, ഗാർഡൻ റിച്ച് കൽക്കട്ട, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇങ്ങനെ മൂന്നെണ്ണമാണ്. ഇത് മൂന്ന് കമാൻഡിന്റെ കാര്യങ്ങളാണ് കൂടുതലും കാറ്റർ ചെയ്യുന്നത്. ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ് വച്ചേക്കുന്നത് തന്നെ സദേൺ കമാൻഡിന്റെ കാര്യങ്ങൾ നോക്കാനാണ്. അപ്പോൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടായിരിക്കും അവർ ഇത് ബിൽഡ് ചെയ്തിരിക്കാനാണ് സാധ്യത. എന്തായാലും കമ്മീഷനിങ് നീറ്റിലിറക്കി നമുക്ക് അഭിമാന തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം. കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡ് പണ്ടങ്ങോ സ്ഥാപിച്ചതാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ഏതോ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായ ഒരു നല്ല മനസ്സ് അതിന്ന് കേരളത്തിന്റെ അഭിമാന സ്തംഭമായിട്ട് തല ഉയർത്തി നിൽക്കുന്നു. എന്തായാലും നമുക്ക് സന്തോഷിക്കാം. ഇനിയും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഇത്തരം മികച്ച യാനങ്ങളും യുദ്ധക്കപ്പലുകളും ആന്റി സബ്മറീനുകളും വിമാനവാഹിനികളും ഒക്കെ നിർമ്മിച്ച് പുറത്തിറക്കട്ടെ, നീറ്റിലിറക്കട്ടെ. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സന്ദർശിക്കാൻ പോയ ഒരു അനുഭവം, മധുരമുള്ളൊരു ഓർമ്മ എനിക്കുണ്ട്. എന്തായാലും വളരെ സന്തോഷം.